ജീവന് ഭീഷണിയുണ്ട്, ജീവനും സ്വത്തിനും ഭീഷണിയുള്ളതിനാൽ ആംസ് ലൈസൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പി വി അൻവർ MLA ജില്ലാ കളക്ടറെ കാണുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ പോലീസ് സേനയിലെ പ്രമുഖർക്കെതിരായി ഞാൻ ചില വെളിപ്പെടുത്തലുകൾ ദൃശ്യമാധ്യമങ്ങൾ വഴി നടത്തിയിരുന്നത് അറിഞ്ഞിരിക്കുമല്ലോ. എനിക്ക് നേരിട്ടും അല്ലാതെയും ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തമ ബോധ്യത്തോടെ പൊതുജനങ്ങൾ മുമ്പാകെ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ വഴി സംസ്ഥാനത്തെ പല പ്രമുഖർക്കും എന്നോട് വിദ്വേഷവും പകയും വിരോധവും ഉണ്ടായിട്ടുണ്ട്. അധികാരവും സാങ്കേതിക സംവിധാനങ്ങളും ആളും അർത്ഥവും കൈവശമുള്ള ആ വിഭാഗം എന്നെ ഏതെങ്കിലും വിധത്തിൽ അപായപ്പെടുത്താൻ ഇടയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിയമവ്യവസ്ഥകൾ പാലിക്കുന്ന രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ എന്റെ ജീവനും സ്വത്തിനും ഈ അവസരത്തിൽ ഭീഷണിയുള്ളതായും എനിക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശക്തരായ പ്രതിയോഗികളിൽ നിന്നും എവിടെ നിന്നും ഏത് സമയത്തും ഒരു ആക്രമണം ഞാൻ പ്രതീക്ഷിക്കുന്നു. മേൽ സാഹചര്യത്തിൽ പൗരൻ എന്ന നിലയിൽ എന്റെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണത്തിനായി ആംസ് ഗൺ ലൈസൻസ് അനുവദിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ജില്ലാ കളക്ടർക്ക് പി വി അൻവർ MLA അപേക്ഷ നൽകിയിരിക്കുന്നത്. പി വി അൻവർ കളക്ടറെ കണ്ടതിന്റെ കൂടുതൽ വിവരങ്ങളുമായി മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷിർ പി അക്ബർ, പി വി അൻവറിന് ഭീഷണി, ഫോൺ സന്ദേശങ്ങൾ അല്ലെങ്കിൽ നേരിട്ടുള്ള ഭീഷണിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സുജയ, അത്തരമൊരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പി വി അൻവർ MLA ജില്ലാ കളക്ടറെ കണ്ട് ഗൺ ലൈസൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറെ കണ്ട് മടക്കുന്നത്. കളക്ടറോട് കാര്യം പറഞ്ഞു അപേക്ഷ കളക്ടർ എന്താ പറഞ്ഞത്? അത് തന്നെയാണ്, ജില്ലാ കളക്ടർ അക്കാര്യം പരിശോധിക്കാമെന്നാണ്. കൊടുത്തു അപേക്ഷ കൊടുത്തു. പി വി അൻവർ ഇപ്പോൾ മലപ്പുറം കളക്ടറെ കണ്ടതിന് ശേഷം ഇറങ്ങി വരികയാണ്. ലൈസൻസിന്റെ അപേക്ഷ കൊടുത്തു. ഇനി അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയർ പ്രകാരം കളക്ടറുടെ ഭാഗത്തു നിന്ന് സ്പീഡപ്പ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ദാറ്റ് വി വിൽ സീ, വെയിറ്റ് ആൻഡ് സീ. ഗൺ ലൈസൻസിന് എന്ത് തരത്തിലുള്ള ഭീഷണിയാണ് ഉണ്ടായിട്ടുള്ളത്? കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുന്ന ഭീഷണിയും അങ്ങനെയും കണക്കാക്കാം. അങ്ങനെ ആരെങ്കിലും വിളിച്ചിരുന്നോ ഫോണിൽ? എങ്ങനെയും വീഴ്ത്തല്ലോ. അല്ല, എനിക്ക് തോക്ക് കിട്ടിയാൽ മതി, ഐ വിൽ മാനേജ്. മറ്റൊരു കാര്യം, ഈ സരിത താങ്കൾ പറഞ്ഞത് ശരിയാണ്. അജിത് കുമാർ പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട്, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അജിത് കുമാർ വിളിച്ചിട്ടുണ്ടെന്ന് പറയാം. സരിത എപ്പോ പറഞ്ഞു? കുറച്ചു മുമ്പ് മാധ്യമങ്ങൾ ഈ വാർത്ത കണ്ടിട്ടോ. ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ വിവരം ഞാൻ തന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആലോചിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട പരാതിക്കാരും സാക്ഷികളും അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥരും ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അന്വേഷണത്തിൽ തന്നെ പോട്ടെ. പിന്നെ സരിത വേറെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഹൈക്കോടതിയിൽ ഈ ചങ്ങാതിനെ കുറിച്ച്. അജിത് കുമാർ ശാരീരികമായി പീഡിപ്പിച്ചുകൊണ്ട് പോലീസ് കേസെടുക്കാത്തുണ്ട്. ഹൈക്കോടതിയിലൊരു കേസുണ്ട്. അജിത് കുമാർ പീഡിപ്പിച്ചിട്ട് അവർ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസിന് ഡയറക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ മനസ്സിലാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെ നാളെ തന്നെ കാണാമെന്ന് വിടി മാഷേ. മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഇരുന്നോട്ടെ, ആ സാധുവിന്റെ നെഞ്ഞത്തേക്ക് കയറണ്ട. മുഖ്യമന്ത്രിയെ കാണുന്നു അങ്ങ് തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ?